ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മാത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി പാലക്കാടൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടാൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ ഇന്നത്തെ എൻ്റെ ഈ ഒരു ലഞ്ച് ഇതൊക്കെയാണ്: ചോറ്, കൂട്ടാൻ, ഉപ്പേരി, പപ്പടം, പിന്നെ സ്പെഷ്യൽ എരിമാങ്ങ ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ വെച്ചിട്ട് വൻപയർ പുളിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, നല്ല സ്വാദുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായൊരു കൂട്ടാനാണ് കേട്ടോ. ഇത് പാലക്കാട് സ്പെഷ്യൽ കൂട്ടാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻപയർ എടുത്ത് നന്നായിട്ടൊന്ന് വറക്കണം കേട്ടോ. വറുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ അത് വേവുന്ന ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പുളിഞ്ഞ വെള്ളത്തിലിടണം. അതുമാതിരി തന്നെ വെറും നാളികേരവും ജീരകവും മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച ഈ ഒരു വൻപയറിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ആ പുളിഞ്ഞയുടെ വെള്ളം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പുളിഞ്ഞയുടെ വെള്ളം നമ്മളുടെ ഈ ഒരു പയറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. അപ്പോൾ നമുക്ക് തീയൊക്കെ ഓണാക്കിയിട്ട് നമുക്ക് വേഗം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളുടെ തിളയൊക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ജീരകവും നാളികേരവും മാത്രം അരച്ച് വെച്ചില്ലേ, ആ ഒരു അരപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, കൂട്ടാൻ പണി കഴിഞ്ഞു. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ. വേറെ എന്താ പറയുക, വേറെ ഇനിയൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല. അതെ, നമ്മളുടെ കൂട്ടാൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നേരത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു കരണ്ടിയിൽ വെളിച്ചെണ്ണ, അതുമാതിരി കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല, ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതങ്ങോട്ട് എടുത്തിട്ട് കൂട്ടാനിലേക്ക് ഇടാം. നമ്മളുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കൂട്ടാനാണ്. അപ്പോൾ ഇനി നമുക്ക് വേഗം ഉണ്ണാൻ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു ലഞ്ച് മെനു കാണിച്ചു തരട്ടെ. അപ്പോൾ ഞാൻ എന്താ കിണ്ണം വെച്ചു, അതിലേക്ക് ഞാൻ വേഗം ചോറിടാണ് കേട്ടോ. നല്ല ചൂട് ചോറാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം 2 പപ്പടമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പപ്പടം എനിക്കൊരു വീക്ക്നെസ്സാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വിളമ്പുന്നത് നല്ല ചൂട് പയറുപ്പേരിയാണ് കേട്ടോ. പയറുപ്പേരി എല്ലാത്തിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ്. എനിക്ക് മാത്രമല്ല അപ്പൂട്ടിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് പയറുപ്പേരി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ കൂട്ടാൻ ഉളപ്പാട്ടോ. അപ്പോൾ അതാ നമ്മുടെ കൂട്ടാൻ വിളമ്പി. ഇനി ഞാൻ ഉളമ്പുന്നത് എരിമാങ്ങയാണ് കേട്ടോ. ഇത് ഇല്ലത്ത് അപ്പനുണ്ടാക്കിയ എരിമാങ്ങയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ സാധനമാണ്. അപ്പോൾ അതും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ലഞ്ച് റെഡി. അപ്പോൾ നമുക്ക് വേഗം കൂട്ടാനൊക്കെ കൂട്ടി കുഴച്ച് അതിലേക്ക് ഒരു പപ്പടത്തിൻ്റെ പൊട്ടൊക്കെ വെച്ച് പിന്നെന്താണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മളുടെ എരിമാങ്ങയുടെ ഒരു കുഞ്ഞി കഷ്ണവും നമ്മളുടെ ഫേവറേറ്റ് ഉപ്പേരിയും കൂട്ടിയൊന്ന് കുഴച്ച് നമുക്ക് അങ്ങോട്ട് കൊണ്ടാം അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം കേട്ടോ. അതുവരെയ്ക്കും ടാറ്റ, ബൈ.